ചരിത്രത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. വ്യത്യസ്ത മേഖലകളും പ്രദേശങ്ങളും വ്യക്തിത്വങ്ങളും സ്വഭാവങ്ങളുമുള്ള ഒരു കൂട്ടം മത്സരാർത്ഥികളെ ഒരു വീടിനുള്ളിൽ താമസിപ്പിക്കും. അവർക്ക് പുറം ലോകവുമായി യാതൊരുവിധ ബന്ധവും ഉണ്ടാവില്ല. എല്ലാറ്റിനേക്കാളും ഉപരി പ്രേക്ഷക വോട്ട് നേടി പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്കാണ് ബിഗ് ബോസിന്റെ കപ്പ് ഉയർത്താൻ കഴിയുന്നത്. ഇതാണ് ബിഗ് ബോസ് ഷോ. നിലവിൽ ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക്, ബംഗാൾ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ഷോ നടക്കുന്നുണ്ട്. മലയാളത്തിൽ സീസൺ 7 കഴിഞ്ഞിരിക്കുകയാണ്. മോഹൻലാൽ അവതാരകനായി എത്തിയ ഷോയിൽ വിന്നറായത് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരയായ അനുമോളാണ്. അനീഷ്, ഷാനവാസ്, നെവിൻ, അക്ബർ എന്നിവരും ടോപ്പ് 5-ൽ എത്തിയിരുന്നു. ഇതിൽ അനീഷ് റണ്ണറപ്പായി. ഷാനവാസിന് 3-ാം സ്ഥാനവും നെവിന് 4-ാം സ്ഥാനവും അക്ബറിന് 5-ാം സ്ഥാനവും നേടിയിരുന്നു. 7ന്റെ പണയുമായി എത്തിയ സീസൺ അവസാനിപ്പിക്കുമ്പോൾ പുതിയ സീസണെ കുറിച്ച് ചോദ്യങ്ങളും ബിഗ് ബോസ് പ്രേക്ഷകരിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിന് മോഹൻലാൽ തന്നെ മറുപടി നൽകുകയായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉടൻ ഉണ്ടാകുമെന്നും ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ വെച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നു. 7ന്റെ പണി കഴിഞ്ഞ് അടുത്തത് 8ന്റെ പണിയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നായിരുന്നു മോഹൻലാൽ ഷോ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നത്. ഇതിനിടയിൽ സ്പൈക്കുട്ടൻ എന്ന റോബോട്ടുമായി രസകരമായ സംഭാഷണവും മോഹൻലാൽ നടത്തിയിരുന്നു. ഈ സീസണിൽ മുഴുവൻ സ്പൈക്കുട്ടനായിരുന്നു സ്റ്റാർ ആയിരുന്നത്. അടുത്ത സീസൺ മത്സരാർത്ഥിയായി വരട്ടെ എന്ന് തന്നോട് ചോദിച്ചുവെന്നാണ് മോഹൻലാൽ രസകരമായി പറഞ്ഞത്. സ്പൈക്കുട്ടനും ആ സമയം വേദിയിലുണ്ടായിരുന്നു. ചിലപ്പോൾ BB8-ലെ ആദ്യ മത്സരാർത്ഥിയായി സ്പൈക്കുട്ടൻ എത്തുമോ എന്നാണ് പ്രേക്ഷകരുടെ കമന്റിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.